താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. പുതിയ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധനാ ഗീതങ്ങളിലെ വളരെ മനോഹരമായ ഒരു ഗീതമാണ്. അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. അലക്സാണ്ട്രിയയിലെ അത്തനേഷ്യസ് തൻ്റെ പ്രസിദ്ധമായ വരികളാണ് നമ്മൾ ഗാനരൂപത്തിൽ കേട്ടത്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സുവിശേഷം, പൗരസ്ത്യ സുവിശേഷം വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? പൗരസ്ത്യ സുവിശേഷം വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? ഇവിടെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ മനുഷ്യർ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഫേവർ, അനുഗ്രഹം, കടാക്ഷം, ഇതൊക്കെ കിട്ടുവാൻ ലോകമതങ്ങൾ മുഴുവൻ ദൈവത്തെ അവതരിപ്പിക്കുന്ന ആ തരത്തിലാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. എത്രമാത്രം സ്നേഹിച്ചു, അവനോട് തുല്യം നാം ആകുവാൻ നമ്മെപ്പോലെ അവനായി തീർന്നു. ആദിമ ക്രൈസ്തവർ അല്ലെങ്കിൽ പൗരസ്ത്യ ക്രൈസ്തവർ, അവരെ സംബന്ധിച്ച് ദൈവശാസ്ത്രം തലനാരിഴ കീറി പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലല്ലായിരുന്നു. ഒരു അക്കാദമിക് നിലവാരത്തിൽ ദൈവശാസ്ത്രം പഠിക്കുകയോ പഠിപ്പിക്കുകയോ അല്ല, മറിച്ച് പ്രയോഗ തലത്തിലുള്ള ഒരു വെളിപ്പാട് ആണ് പൗരസ്ത്യ സഭ സ്വീകരിച്ചത്. പ്രാഥമികമായും ഒരു ദൈവശാസ്ത്രജ്ഞനെ പൗരസ്ത്യ സഭ കുറിക്കൊണ്ടത് അറിവുകളുടെ ഒരു ഭണ്ഡാരം എന്ന നിലയ്ക്കല്ല, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ലൈബ്രറി എന്ന നിലയ്ക്കുമല്ല, മറിച്ച് വിശുദ്ധിയുടെയും സന്യാസത്തിൻ്റെയും പരിവേഷത്തിലാണ് ബൗദ്ധിക പരിശീലനം വൈജ്ഞാനിക മേഖലകളിൽ നേടി അതിൽ കഴിവ് തെളിയിക്കുന്ന അത്തരത്തിലുള്ള ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നില്ല പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ. നേരെ മറിച്ച് പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർ അവരെല്ലാവരും തന്നെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ആയിരുന്നു അവർക്ക് മുൻതൂക്കം നൽകിയത്. പ്രഥമ പരിഗണന അതിലായിരുന്നു. അപ്പൊ അലക്സാണ്ട്രിയയിലെ അത്തനേഷ്യസ് പറഞ്ഞു, ഹി വാസ് ഇൻകാർണേറ്റ് ദാറ്റ് വി മൈറ്റ് ബി മെയ്ഡ് ഗോഡ്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. വീണുപോയ മനുഷ്യൻ, പാപത്തിൽ മുഴുകിയ മനുഷ്യൻ ദൈവത്തെ പോലെ പരിശുദ്ധനായി തീരുക. അത് യേശുക്രിസ്തുവിലൂടെ സാധ്യമാവുക. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, ദ ട്രൂ ഓതന്റിക് ഗോസ്പൽ. പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യൻ തൻ്റെ പാപപ്രകൃതിക്കും തൻ്റെ പാപപ്രവൃത്തിക്കും യോഗ്യമായ പ്രതിഫലം എന്ന മാരകമായ ശിക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ
തനിക്ക് ന്യായമായും ഉറപ്പായും കിട്ടേണ്ട ആ ശിക്ഷയിൽ നിന്നുള്ള ഒരു ഒഴിവാക്കൽ, ഒരൗദാര്യം ക്രിസ്തുവിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അടിയൊഴിവാക്കൽ സുവിശേഷമാണ് പാശ്ചാത്യ സഭ മുന്നോട്ട് വെച്ചത്. ലോകത്ത് ഇത്തരത്തിൽ രണ്ട് സുവിശേഷമുണ്ട്. പാശ്ചാത്യർ കൂടുതലും പണം മുടക്കി ആ സുവിശേഷം പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് വലിയ ആദായം കൊയ്യുകയും ചെയ്തു. കഴിഞ്ഞ 2000 വർഷം കൊണ്ട് പാശ്ചാത്യ സുവിശേഷം, എന്തിനധികം പറയുന്നു, കഴിഞ്ഞ 100 വർഷം കൊണ്ട് പാശ്ചാത്യ സുവിശേഷം കൊയ്തു കൂട്ടിയത് എത്രയോ ബില്യൺ കണക്കിന് ഡോളറുകളാണ്. അപ്പൊ അവർ പറഞ്ഞ സുവിശേഷം ഇതാണ്: നീ പാപിയാണ്, പാപത്തിന്റെ തക്കതായ പ്രതിഫലത്തിന് നീ അർഹനാണ്, യോഗ്യനാണ്, നീ ഉറപ്പായും അത് പ്രാപിക്കും. അതിൽ നിന്നുള്ള ഒരു ഒഴിവ് കഴിവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അവരുടെ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നതിലൂടെ ഒരു പക്ഷേ ലഭിക്കും, അതിൽ ഉറപ്പില്ല. അത്തരത്തിലുള്ള ഒരു സുവിശേഷമാണ്. എന്നാൽ അത് എത്രയോ ദയനീയമായ സുവിശേഷമാണ്. സർവശക്തനായ ഒരു ദൈവം, നിസ്സഹായനായ ഒരു മനുഷ്യൻ. അപ്പൊ സർവശക്തനായ ഒരു ദൈവം നിസ്സഹായനായ ഒരു മനുഷ്യൻ, ഈ നിസ്സഹായനായ മനുഷ്യനെ സർവശക്തനായ ദൈവം ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ നിസ്സഹായനായ മനുഷ്യൻ സർവശക്തനായ ദൈവത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നത്? നിസ്സഹായനായ മനുഷ്യൻ ദൈവമായിട്ട് മനുഷ്യനെ താരതമ്യപ്പെടുത്തിയാൽ, ആയുസിന്റെ കാര്യം നിങ്ങൾ നോക്കും. മനുഷ്യന്റെ ആയുസ് 70 വർഷം, ഏറെയായാൽ 80 വർഷം. ബബിൾ ലൈക്ക് മൊമെന്ററി, കുമിള പോലെ നൈമിഷികമായ ജീവിതമുള്ള മനുഷ്യൻ. ദൈവമോ പുരാതനനായവൻ, ആദിമധ്യാന്ത രഹിതനായവൻ. ഗോഡ് ഇസ് ഇൻഫിനിറ്റ്. ശക്തിയുടെ കാര്യം നോക്കിയാലോ, മനുഷ്യൻ എത്രയോ ബലഹീനനാണ്. ചുറ്റുപാടുമുള്ള പ്രകൃതിയും പ്രതിഭാസങ്ങളും മൃഗങ്ങളും ഇഴജാതികളും എല്ലാം അവനെ ഭയപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു. ദൈവമോ ഓൾ പവർഫുൾ, സർവശക്തൻ. അറിവിന്റെ കാര്യത്തിൽ മനുഷ്യൻ എത്രയോ പരിമിതനാണ്. മനുഷ്യൻ ഒരു ആയുസ് മുഴുവൻ ജീവിച്ച് മരിക്കാൻ സമയത്തും പുതിയ അറിവുകൾ അവൻ ലഭിക്കുകയാണ്, കണ്ണുകൾ വികസിക്കുകയാണ്. പക്ഷേ അറിഞ്ഞു തീർന്നവർ ആരുമില്ല, പൂർണ്ണമായ അറിവ് ആർക്കും ലഭിക്കുന്നില്ല. ലിമിറ്റഡ് നോളജാണ്. ദൈവമോ ഓംനിഷ്യന്റ്, സർവജ്ഞാനി. സർവജ്ഞാനിയും. ഇനി സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ നോക്കിയാൽ, റീച്ച്, മനുഷ്യൻ എത്രത്തോളമാണ് അവൻ എത്താൻ പറ്റുന്നത്? കൈ നീട്ടിയാൽ 6 അടി ചുറ്റളവിൽ ഒരു സ്ഥലത്താണ് അവൻ എത്തുന്നത്. എഴുന്നേറ്റ് നടന്നാൽ കുറെ സ്ഥലത്ത് ചെല്ലാം, ഓടിയാൽ കുറെ കൂടെ ദൂരെ ചെല്ലാം. കാറിൽ പോയാൽ അല്ലെങ്കിൽ വിമാനത്തിൽ പോയാൽ, ബഹിരാകാശ പേടകം കണ്ടുപിടിച്ചെങ്കിലും അതിന് പരിമിതികളുണ്ട്. വളരെ പരിമിതനാണ്. ദൈവമോ അപരിമേയനാണ്, ഇൻഫിനിറ്റ് ആണ്, സർവവ്യാപിയാണ്. പ്രപഞ്ചത്തിന്റെ ഏത് കോണിലും വിചാരിക്കുന്ന നിമിഷം എത്തിച്ചേരാൻ പറ്റുന്ന ഓംനിഷ്യന്റ്, ഓംനി പ്രസന്റ്, ഓംനി പൊട്ടന്റ്, ഓൾ പവർഫുൾ, സെൽഫ് എക്സിസ്റ്റിംഗ്, സെൽഫ് സഫിഷ്യന്റ് ദൈവം ആരാണ്? സ്വയം സ്ഥിതൻ, സ്വയം പര്യാപ്തൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. മനുഷ്യൻ ഇതൊന്നുമല്ല.
ഇതൊന്നും അല്ലാത്ത ഈ മനുഷ്യനോട് ഇതൊക്കെയായ ദൈവം പ്രതികാരത്തിനൊരുങ്ങിയിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനരഹിതവും അബദ്ധജടിലവുമായ ഒരു പ്രസ്താവനയാണ് ഈ പാശ്ചാത്യ സുവിശേഷം ആദ്യം അവതരിപ്പിക്കുന്നത്. ആ ബോഷ്കാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഗുഡ് ന്യൂസ് ശ്രവിക്കുക. 103 സങ്കീർത്തനം നിങ്ങൾ വായിക്കുക. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കും. നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. നാം ഒരു വാക്ക് വായിൽ ഉച്ചരിക്കുന്നതിന് മുമ്പ്, ആ ചിന്ത ഹൃദയത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ്, യഹോവേ നീ എന്നെ അറിഞ്ഞിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ വായിലില്ല. നീ ഗ്രഹിക്കാത്ത ഒരു ചിന്തയും എൻ്റെ ഹൃദയത്തിലില്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സ്വയം സ്ഥിതനും സ്വയം പര്യാപ്തനും ആയ ദൈവം മനുഷ്യരോട് കരുണ കാണിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ മക്കളോട് കരുണ തോന്നുകയാണ്. അതാണ് ഗോസ്പൽ. ദൈവം പ്രതികാരം ചെയ്യാനിരിക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെ തന്നോട് അനുരൂപരാക്കുവാൻ, തന്നെ പോലെയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ ദൈവത്തെ പോലെ ആക്കുക എന്നുള്ളതാണ്. അവന്റെ ദിവ്യശക്തി, ആ ദിവ്യശക്തിയാൽ നമുക്ക് അതിമഹത്തായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ദൈവം നമുക്ക് വിലയേറിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. given us precious promises. ഇവയാൽ നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. We are the partakers of his divine nature. ദൈവ സ്വഭാവത്തിന് നമ്മൾ പങ്കാളികളായി തീരുന്നു. ഇതിനെയാണ് ഓർത്തഡോക്സ് തിയോളജിയിൽ ഡെയിഫിക്കേഷൻ അല്ലെങ്കിൽ ദൈവീകരണം അല്ലെങ്കിൽ തിയോസിസ് എന്നൊക്കെ വിവിധ സംജ്ഞകളാൽ സൂചിപ്പിക്കുന്നത്. അപ്പം മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഡെയിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ദൈവീകരണമാണ്. മനുഷ്യൻ ദൈവത്തോട് തുല്യനായി മാറും. Isn't it wonderful? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് എന്നെക്കുറിച്ചുള്ള സുവിശേഷമല്ല, ഇതെനിക്കായിരിക്കില്ല നിശ്ചയമായിട്ടും. അതെവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം വിളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ദൈവ മനുഷ്യർക്ക് മരത്തിന്റെ മുകളിലും കുന്നിന്റെ മുകളിലും ഒക്കെ പോയി തപസ് ചെയ്യുന്ന താപസ ശ്രേഷ്ഠന്മാർക്ക്, അല്ലെ നല്ല ഭക്തരായ ആളുകൾക്ക്, വിശുദ്ധന്മാർക്കൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തുന്നത്, നാം നമ്മെ തന്നെ കാണുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഗോഡ് ഇവാലുവേറ്റ്സ് us based upon our deeds and words and attitudes, thoughts. ദൈവം കണ്ടിന്യൂസ് ആയിട്ട്, തുടർമാനമായിട്ട് നമ്മെ വിലയിരുത്തിക്കൊണ്ട് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ പൊസിഷൻ. ദൈവം നമ്മുടെ മെറിറ്റ് നോക്കിയിട്ടല്ല, പക്ഷേ അവന്റെ കൃപയനുസരിച്ച്, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. അപ്പൊ ദൈവം നമ്മെ തെരഞ്ഞെടുത്തോ? ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. എപ്പോഴാണ് ദൈവം തിരഞ്ഞെടുത്തത്? അമറാച്ചൻ ഉപദേശിയുടെ മീറ്റിങ്ങിന്റെ പുറകിലിരുന്ന്, യേശു എനിക്ക് നിന്നെ വേണം,
എന്ന് നിങ്ങൾ കസേരയിൽ നിന്ന് പറഞ്ഞപ്പോഴൊന്നും അല്ല. ഇതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് എഫേസോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്നാണ്. That happened before the very foundations of the earth was laid. ഈ ലോകത്തിന്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഒരു ധൂളിയെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ബിഫോർ എവരിത്തിങ്, എല്ലാത്തിനും മുമ്പ്, ആദാമിന്റെ പാപം, പഴം, പാമ്പ്, അതിനു മുമ്പ്, ഏദൻ തോട്ടം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, ഭൂമി ഉറപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, എല്ലാത്തിനും മുമ്പ് ഇറ്റ് ഹാപ്പൻഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിലേക്ക്, 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിലേക്ക്, അവിടെയൊന്നുമല്ല, അതിനേക്കാളും മുമ്പ്, ഉലക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ബേസ്ഡ് അപ്പോൺ വാട്ട്? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? എന്ത് അടിസ്ഥാനത്തിലാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? ബോധപൂർവം പൗലുസ്ലിഹ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, നിങ്ങളുടെ വർഗം, വംശം, ഭാഷ, ദേശം, ഇങ്ങനെയുള്ള ഒരു പരിഗണനയും അവിടെ വരുന്നില്ല. കാരണം ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, വിഭജിക്കപ്പെടുന്നതിന് മുമ്പ്, വിഭാഗിക്കപ്പെടുന്നതിന് മുമ്പ്, even before the foundations of the earth was laid, you are chosen. എപ്പോൾ സംഭവിച്ചു? കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഇവ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വിളിച്ചവന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ഇതെപ്പോൾ സംഭവിച്ചു? എല്ലാത്തിനും മുമ്പ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. യു ആർ എ ചോസൻ ജനറേഷൻ. തിരഞ്ഞെടുക്കപ്പെട്ടു. യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെയല്ല. യു ഹാവ് നോ പാർട്ട് ഇൻ ദിസ്. യേശു കർത്താവ് പറയുന്നു, പൗലൂസ്ലീഹ പറയുന്നു, പത്രോസ്ലീഹ പറയുന്നു. പിന്നെയും നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്നു. അവിടെ ആ ദൈവീകരണത്തിലേക്ക്, ആ ഡെയിഫിക്കേഷനിലേക്ക് നിങ്ങൾ പോവുകയാണ്. യേശു കർത്താവ് പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്നു. ഹി ബിക്കെയിം എ, അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. എന്തിനാണ് അവൻ മനുഷ്യനായത്? നാം അവനെ പോലെ അവനോട് തുല്യമാകുവാൻ. അവൻ നമ്മോട് തുല്യമായി. അപ്പൊ റിസ്റ്ററേഷൻ, റിഡംഷൻ. എന്താണ് റിഡംഷൻ? വീണ്ടെടുക്കുകയാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ്, പാപവീഴ്ചയ്ക്ക് മുമ്പുള്ള ആദാമിന്റെ അവസ്ഥയിലേക്കുള്ള ഒരു യഥാസ്ഥാപനം, അതാണോ വാസ്തവത്തിൽ നടക്കുന്നത്? പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിനെ പോലെ നമ്മൾ ആകുമെന്നാണോ? അല്ല, അതിനേക്കാൾ മീതെ നാം ദൈവത്തോട് ഒപ്പമാകും, അവനോട് തുല്യരാകും. അതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദം വീണു പോയില്ലായിരുന്നു എങ്കിലും
ദൈവപുത്രൻ വരുമായിരുന്നു. ദൈവപുത്രൻ വന്നത് എന്തിനാണ്? കുരിശിൽ മരിക്കാനല്ല, മറിച്ച് അവന്റെ ജഡധാരണത്തിലൂടെ അവൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുകയാണ്. ഇൻകാർണേഷനിലൂടെ അവൻ നമ്മൾ മനുഷ്യത്വത്തിൽ അവൻ പങ്കാളിയായി തീർന്നപ്പോൾ അവന്റെ ദൈവത്വത്തിൽ നാമും പങ്കാളിയായി തീരുകയാണ്. അതാ പറഞ്ഞേ, അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. പാപം കൂടാതെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി. പാപം കൂടാതെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി. അതുപോലെ അവന്റെ ഊസിയ ഒഴികെ സകലത്തിലും നാം അവനോട് തുല്യന്മാരാകും. പ്രിയമുള്ളവരെ, നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നത് കൊണ്ട് നാമും അവനോട് സദൃശന്മാരാകും. യോഹന്നാൻ ശ്ലീഹ കണ്ടോ? അടുത്ത ആള് വന്നുണ്ടോ? യേശു കർത്താവ്, പൗലോസ് ശ്ലീഹ, പത്രോസ് ശ്ലീഹ, ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹ. ഒരേ കാര്യമാണ് ഇവരെല്ലാം പറയുന്നത്. ഇതാണ് ഡെസ്റ്റിനി, ഇതാണ് ഗോസ്പൽ, ഡെയിഫിക്കേഷൻ. അവന്റെ ഊസിയ ഒഴികെ, ആ സാരാംശം ഒഴികെ സകലത്തിലും, അവന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സിൽ. എന്താണ് സാരാംശം ഒഴികെ എന്ന് പറഞ്ഞാൽ? അൺക്രിയേറ്റഡ് ബീയിങ്. There is no possibility to become an uncreated being because we are already created. But we will share his divinity by all means. സകലത്തിലും, പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ, അൺക്രിയേറ്റഡ് എന്ന ഒരൊറ്റ ഫാക്കൽറ്റി ഒഴികെ ബാക്കി സകലത്തിലും നാം അവനോട് തുല്യന്മാരാകും. ഒരു ഇരുമ്പ് കഷണം തീച്ചൂളയിൽ വെച്ച് പഴുപ്പിക്കുമ്പോൾ അത് ഇരുമ്പായി തന്നെ തുടരുന്നു എങ്കിലും അതൊരു തീക്കട്ടയായി മാറുന്നു. ഇപ്പോൾ അതൊക്കെ വളരെ വിരളമായ കാഴ്ചയാണ്. കൊല്ലന്റെ ആലയിലൊക്കെ പോയി പഴയ കാലത്ത് നിന്നിട്ടുള്ളവർക്കറിയാം. ഒരു കോടാലി ഇങ്ങനെ തീക്കകത്ത് വെച്ച് ഇങ്ങനെ ആലയിൽ ഉലയിൽ പഴുപ്പിച്ചു കഴിയുമ്പോൾ അതൊരു തീക്കട്ടയായി മാറും. പിതാക്കന്മാർ അത്തരത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. നാം അവനോട് തുല്യന്മാരാകും. അതുകൊണ്ടാണ് ഉന്നത വിളിക്ക് യോഗ്യന്മാരായുള്ളവരെ, it's a higher call. It's not a lower call, it's not a medium call, it's a higher call. ദൈവത്തോട് സദൃശന്മാരാകുവാൻ, ദൈവത്തോട് തുല്യന്മാരാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഉന്നതമായ വിളി, എത്ര ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പ്, എത്ര വലിയ വിളിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതേക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ ആ യാത്രയുടെ ഒന്നാം ഘട്ടമാണ് കാതാർസിസ്. കാതാർസിസ് അതൊരു പ്രക്സീസാണ്. നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ അതിലേക്ക് പോവുകയാണ്. പുതപ്പിട്ട് കളഞ്ഞിട്ട് തീമായുടെ മകനായ ബിർത്തിമായി എഴുന്നേറ്റ് ചാടി യേശുവിൻ്റെ അടുക്കലേക്ക് പോയതുപോലെ പലരും പല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, വ്യത്യസ്തമായ മാർഗത്തിലൂടെ. അതിനെയാണ് കാതാർസിസ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതയാത്ര. ഈ കാതാർസിസിൽ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ തിയോറിയ അല്ലെങ്കിൽ ഫോർട്ടിസിസ് എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തുകയാണ്.
ഈ 46 ആണ് എൻലൈറ്റ്മെന്റ്. കേട്ടുകേൾവിയിൽ നിന്ന് ക്രിസ്തു ഒരനുഭവമായി മാറുന്നു. കേട്ടുകേൾവിയിൽ നിന്ന് ക്രിസ്തു ഒരനുഭവമായി മാറുന്നു. ആ അനുഭവത്തെയാണ് 46 എന്ന് പറയുന്നത്. ആ 46 നിന്നാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് ഓഫ് ജേർണി. അത് തിയോസിസിൽ ചെന്ന് അവസാനിക്കുന്നു. മനുഷ്യന്റെ ദൈവീകരണം. മർത്തീകരിക്കപ്പെട്ട നാം ദൈവീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സുവിശേഷം. ദൈവീകരണത്തിന്റെ പാതയിലാണ് നിങ്ങൾ ഓരോരുത്തരും. എത്ര മനോഹരമായ സുവിശേഷമാണ് നാം കേൾക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. തിരുവിഷ്ടത്താൽ നരനായി നമ്മെ ആ സുതനാക്കി മാറ്റുവാൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഗോസ്പലാണ്. ഇതിൽ കുറഞ്ഞ ഒന്നും തന്നെ, ഇതിലും താഴെയുള്ള ഒന്നും തന്നെ യഥാർത്ഥ സുവിശേഷം ആകുന്നില്ല. ഇതിലും കുറഞ്ഞ ഒന്നും സുവിശേഷമല്ല. മറിച്ച് നാം ദൈവത്തെ പോലെ ആവുക, ദൈവത്തോട് തുല്യരാക്കുക എന്നുള്ളതാണ് സുവിശേഷം. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.